തിരക്ക്. അപ്പോൾ കല്യാണ തിരക്കുകളൊക്കെ ആയതുകൊണ്ട് കുറച്ച് ബിസി ആയിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ ഇടാതിരുന്നത്. എൻ്റെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നല്ല പരുവത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ വീഡിയോയിൽ ഞാൻ മൊത്തത്തിൽ മിക്സ് ചെയ്ത് കണ്ടാണ് ഇടുന്നത്. ബ്രൈഡ് ടു ബിയും അറബിക് നൈറ്റും എല്ലതും കൂടി കൂട്ടി കുഴച്ചാണ് ഞാൻ ഇടുന്നത്. നമ്മൾ ബ്രൈഡൽ ഷവറൊക്കെ ഒരു ബീച്ച് വൈബ്സിലാക്കാന്ന് വിചാരിച്ചിട്ട് നമ്മൾ ബീച്ചിൽ പോവാണ് ഫാമിലി എല്ലാവരും കൂടി ട്രാവലറിൽ. അങ്ങനെ ട്രാവലറിൽ പാട്ടൊക്കെ ഇട്ടപ്പോൾ നമ്മളെ ചെക്കൻ ഫുള്ള് തുള്ളിക്കളിയൊക്കെ തുടങ്ങി. പിന്നെ പാട്ട് കേട്ടാൽ വേഗം ഡാൻസ് കളി മുന്നിക്കാണ്. അങ്ങനെ അവിടെ എത്തണ വരെ ഫുൾ മൂപ്പര് ഡാൻസും പാട്ടും ഒപ്പനൊക്കെ തന്നെയാണ്. പിന്നെ നമ്മളെല്ലാവരും ബീച്ചിലെത്തി. ഞാൻ നെയിൽ പോളിഷ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് എസ്തെറ്റിക് ലുക്ക് ആക്കിയതാണ്. പിന്നെ ബീച്ചിലെത്തിയപ്പോൾ മുതൽ ഞാൻ അവനായിട്ട് ഇങ്ങനെ നടക്കുന്നു. ഓനിങ്ങനെ എല്ലാവരോടും ഏയ് എന്നൊക്കെ പറഞ്ഞ് ടാറ്റൊക്കെ കൊടുത്ത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുക. സാധാരണ കണ്ടുവരാത്ത കുറെ സംഭവങ്ങളാണല്ലോ. അപ്പൊ അതിന്റെ ഒരു അന്തം വിടലും ക്യൂരിയോസിറ്റിയും ഒക്കെ കൂടി കുട്ടിക്ക് ഇങ്ങനെ എന്താ ഇത് ഇവിടൊക്കെ നടക്കണത് ആ ഒരു മൈൻഡേനു. പിന്നെ ഫുൾ ടാറ്റ കൊടുക്കലാണ്. പോണോൽക്കും വരുന്നോൽക്കും എല്ലാവർക്കും, കാണുന്നവർക്കും മൊത്തം ടാറ്റ കൊടുക്കുക. അതാണ് അവന്റെ പരിപാടി. ബീച്ച് വൈബ്സ് ഒക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുന്നു. എന്താ പറയുക, ബീച്ചിലെത്തി കഴിഞ്ഞാൽ എൻ്റെ ഇന്നർ ചൈൽഡിനെ ഹീൽ ചെയ്യണ പോലാണ്. ബീച്ചിലെത്തിയതും നമ്മളെ കുട്ടിപ്പട്ടാളങ്ങൾ ഫുള്ള് കളി തുടങ്ങി, മണ്ണിലൊക്കെ കളിക്കാൻ തുടങ്ങി. പിന്നെ കുറെ കുട്ടികളുള്ളത് കൊണ്ട് ഓൽക്ക് ഭയങ്കര എന്റർടൈൻമെന്റ് കാര്യം ബോറടി ഒന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ കുറച്ച് ഇരുട്ടായപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെ നിർത്തിയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ പോയി. പിന്നെ തിരിച്ചു പോകുമ്പോൾ എല്ലാവരും ഡാൻസും പാട്ടൊക്കെ. എനിക്ക് അതിനുള്ള എനർജി ഒന്നും ഇല്ലേനു, അതുകൊണ്ട് ഞാൻ ഒരു മൂലൊക്കെ ഇരിക്കേനു വീഡിയോ എടുത്തുകൊണ്ട്. പിന്നെ ഏപ്രിൽ 18 പൊന്നുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. പൊന്നു നമ്മളെ ബ്രൈഡ്. അപ്പോൾ ഹസ്ബൻഡ് ഓക്ക് സർപ്രൈസ് ഗിഫ്റ്റൊക്കെ ആയിട്ട് വന്നിന്. ഞങ്ങൾ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞു. പിന്നെ കല്യാണം വരവായി ഡ്രസ്സ് നോക്കണം. പെണ്ണിനുള്ളത് കേട്ടോ, നമുക്കുള്ളതൊക്കെ ഓൾറെഡി ഓരൊക്കെ എടുത്ത് തീർന്നു. അപ്പോൾ ഇനി പെണ്ണിനുള്ളത് ഞങ്ങൾ റെന്റലാക്കാന്ന് വിചാരിച്ചു. സോ അതിനും വേണ്ടിയിട്ട് വന്നതായിരുന്നു. അതിനെ ഒരു കിൻഡർ ജോയ് കൊടുത്ത് ഒരു മൂലൊക്കെ ഇരുത്തിയതാണ്. ഇല്ലെങ്കിൽ പരിപാടിയൊന്നും നടക്കൂല, ഫുൾ കൊളാക്കും. നല്ല രസമുണ്ടെങ്കിൽ ഡ്രസ്സസ് ഒക്കെ കാണാനും. പിന്നെ ഞങ്ങൾ ആദ്യമായിട്ട് ഒരു ഷോപ്പിൽ നിന്ന് തന്നെ, ഫസ്റ്റ് കയറിയ ഷോപ്പിൽ നിന്ന് തന്നെ ഡ്രസ്സ് ഉറപ്പിച്ചു. സാധാരണ ഇങ്ങനെ 10-15 ഷോപ്പിലൊക്കെ കയറുമല്ലോ. നമ്മൾ ഫസ്റ്റ് കയറിയ ഷോപ്പിൽ നിന്ന് തന്നെ ഡ്രസ്സ് നോക്കി ഫൈനലൈസ് ചെയ്തു. അതന്നെ ഉറപ്പിച്ചിട്ട് പോന്നു. എനിക്കാണെങ്കിൽ അവിടെയുള്ള എല്ലാ ഡ്രസ്സും ഇഷ്ടമായി. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആദ്യം റീചാർജ് ചെയ്യണ്ടേനി. പിന്നെ നമ്മൾ ഇങ്ങനെ ഓരോ ഡ്രസ്സുകളായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഇത്രയും ടൈം എടുക്കും ഷോപ്പിങ്ങിന് ആദ്യം അറിയില്ലേനി തോന്നുന്നു. ആദ്യം നല്ല രീതിയിൽ നിന്ന ആള് പിന്നെ കുറച്ച് സ്വഭാവമൊക്കെ മാറി തുടങ്ങി. പിന്നെ ഒന്നിങ്ങനെ എന്തൊക്കെയോ കാണിക്കാൻ തുടങ്ങി. പിന്നെ അതിൻ്റെ ഉള്ളിലെ ഹെൽപ്പറെ കണ്ട് ഉണർന്നു. അതുകൊണ്ട് അവിടുന്ന് കിട്ടിയ എന്തോ ഒരു സാധനം വെച്ച് കണ്ട് ഫുൾ ഇങ്ങനെ തുടച്ചൊടുക്കേനി. ഫുൾ ക്ലീനിങ് മൂഡാണ്. അവന് വേറെ പരിപാടിയൊന്നും ഇല്ല അവിടെ പ്രത്യേകിച്ച്. അതുകൊണ്ട് കുറേ നേരം അയിമ ഇങ്ങനെ ഇരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കുറച്ച് ക്യൂട്ട്നെസ് ഇട്ട് ഇങ്ങനെ കിടക്കണ്ടേനി. അവിടെ പോവാന്നാണ് മൈൻഡ് വോയിസ്. പക്ഷെ അങ്ങോട്ട് പുറത്തേക്ക് വരുന്നില്ല, ആ അത്ത കിടക്കണം. നമ്മൾ വീണ് കഴിഞ്ഞാൽ മൈൻഡ് ചെയ്യാൻ പാടില്ല. മൈൻഡ് ചെയ്താലായിരിക്കും ചിലപ്പോൾ കരച്ചിൽ വരിക. പിന്നെ ഈ ഡ്രസ്സ് നമുക്ക് ഭയങ്കര ഇഷ്ടമായി നോക്കിയിട്ടിട്ട്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഞാനും പല ഡ്രസ്സും അവിടെ നിന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കി. എനിക്ക് എന്താ നല്ലതൊക്കെ കൂടി കണ്ടിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹം ഇട്ട് നോക്കാൻ. അതിൽ ഞാൻ ആ കാക്കാരോട് ചോദിച്ചിട്ട് അവിടെ നിന്ന് ഓരോ ഡ്രസ്സ് ഇങ്ങനെ ഇട്ടിങ്ങനെ നോക്കി. നല്ല രസമുണ്ട് ഇതിങ്ങനെ കാണാൻ. പിന്നെ നമ്മൾ ഓർണമെന്റ്സ് ഒക്കെ നോക്കി അന്നത്തെ ഷോപ്പിംഗ് അവസാനിപ്പിച്ചു. ഇത് വേറൊരു ദിവസം വേറെ എന്തിനൊക്കെ വേണ്ടിയിട്ട് പോയതാണ്. നമ്മൾ ഗോൾഡിൻ്റെ എന്തൊക്കെയോ കാര്യവും പിന്നെ തലേന്നൊക്കെ ഡ്രസ്സ് എടുക്കാനും അങ്ങനെ കുറേ കാര്യങ്ങളായിട്ട് പോയതേനു. ഞാൻ പിന്നെ ഫുൾ ബേബി സിറ്റിങ്ങിനാണ് പോവുക. എനിക്കതേ കാര്യം പണി ഉണ്ടാവില്ല. ഉറങ്ങുമ്പോൾ കാണാൻ എന്താ പാവം, നീച്ച് കഴിഞ്ഞാൽ കാണാം എൻ്റെ കുറുമ്പും വീർത്തിയൊക്കെ. എന്തൊക്കെ പറഞ്ഞാലും ആളൊരു ക്യൂട്ടി പയ്യാണ്. ഉണ്ടായാലേ ഒരു രസമുള്ളൂ. പിന്നെ ഒരു ഷോപ്പ് കഴിഞ്ഞ് വേറെ ഷോപ്പ് പോയി. അപ്പോഴും ആദ്യം ഫുൾ ഉറക്കം തന്നെയാണ് കേട്ടോ, എണീറ്റിട്ടൊന്നുമില്ല. പിന്നെ വല്ല ഷോപ്പിംഗ് കണ്ട് തീർന്ന് കിട്ടാനാണ് പണി. അങ്ങനെ കുറേ നേരത്തെ ഷോപ്പിംഗ് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ടയർഡായപ്പോൾ നമ്മൾ ഒരു ലൈം കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ലൈമിന് വേണ്ടിയിട്ട് കയറിയതാണ്. എല്ലാവർക്കും നല്ല തണുത്ത ലൈമാണ് പറഞ്ഞിരുന്നത്. ആദ്യക്ക് മാത്രം തണുപ്പില്ലാത്തതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ കിട്ടിയപ്പോൾ ആളിങ്ങനെ നോക്കി എനിക്കുള്ളത് എവിടെ ഉണ്ട്, എനിക്ക് തരാതെ എല്ലാവരും കുടിക്കണമെന്ന്. അതിൽ ലച്ച് കുറച്ച് ഓനക്ക് കൊടുത്തു. പക്ഷെ കൊടുക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. കാരണം തണുപ്പ് കൊടുത്താലും ഓനക്ക് വേഗം വയ്യാതാവും. പിന്നെ ഓനക്കുള്ളത് വന്നു, അങ്ങനെ അത് കൊടുത്തു. അപ്പോൾ ഹാപ്പിനെസ് ഉണ്ടാവും മുഖത്ത്. പിന്നെ ആൾക്ക് സ്ട്രോ വെച്ചിട്ട് കുടിക്കാനൊക്കെ അറിയാട്ടോ. അതിലൊക്കെ മൂപ്പര് എക്സ്പേർട്ട് ആയിക്കണം ഇപ്പം തന്നെ. പിന്നെ ഞങ്ങൾ കുറച്ചു നേരം കഴിഞ്ഞു വീട്ടിൽ പോയി. വീട്ടിൽ പോകുമ്പോഴുള്ള കോപ്രായങ്ങളൊക്കെ അങ്ങനെ വെറുതെ ഫോട്ടോ എടുക്കി. നമ്മൾ വീടെത്തിയപ്പോൾ വിചാരിച്ചതിനേക്കാൾ ലൈറ്റ് ആയിക്കണു. പിന്നെ കുട്ടീനെ പോലെയൊക്കെ നേരത്തെ വിട്ടിട്ട് ഞങ്ങൾ കുറച്ചാൾക്കാർ മാത്രം ബാക്കിയുള്ള ഷോപ്പിങ്ങിന് നിന്നതേനു. എന്തായാലും കഴിഞ്ഞെത്തിയപ്പോൾ കുറേ നേരം എന്നിട്ടും കഴിഞ്ഞിട്ടില്ല അടുത്ത ഷോപ്പിങ്ങിന് പോവുക. ഒറ്റയ്ക്ക് പോകാൻ വിചാരിച്ചപ്പോൾ ഇവളൊപ്പം കൂടി. കല്യാണമായി കഴിഞ്ഞാൽ പിന്നെ നെവർ എൻഡിങ് ഷോപ്പിംഗ് ആയിക്കാരം. ഒരാഴ്ചയായിട്ട് ഫുൾ ഷോപ്പിംഗ് തന്നെയാണ്. അങ്ങാടി കറങ്ങി തിരിയൽ തന്നെയാണ് ഞങ്ങളെ
പരിപാടി. പിന്നെ ഒരു ഷോപ്പിൽ ചെരുപ്പ് നോക്കാൻ പോയി. എനിക്ക് ഈ 4 ഷൂസും ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇങ്ങനെ നോക്കി വെച്ചു. എനിക്ക് ഇങ്ങനത്തെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ വാങ്ങലില്ല. ഞാൻ ഫുൾ ഇങ്ങനത്തെ ചെരുപ്പുകളാണ് വാങ്ങുന്നത്. എനിക്ക് അതാണ് കുറച്ചുകൂടി കംഫർട്ടബിൾ ഇടാൻ. പിന്നെ ഞാൻ എൻ്റെ കംഫർട്ട് ക്ലോത്തായ പർദ്ദയാണ് ഇട്ടിക്കണത്. കാരണം ഇതാണ് സുഖം. ഇട്ട ഡ്രസ്സിൻ്റെ മേലെ ഇട്ട് കണ്ട് അങ്ങോട്ട് പോയാൽ മതി. പിന്നെ ചൂടൊക്കെ ആകുമ്പോൾ അത് ഇടുന്നത് കുറച്ച് റിസ്ക്കാണ്, പക്ഷെ എനിക്ക് ഓക്കെയാണ്. ഞാൻ എപ്പോൾ ഈ ഷോപ്പ് പോയാലും ഇത് ഇങ്ങനെ നോക്കും. എനിക്ക് എന്താണെന്നറിയില്ല, ഒരു പ്രത്യേക ക്യൂരിയോസിറ്റിയാണ് ഇത് കാണാൻ. എപ്പോൾ പോയാലും ഞാൻ അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. പിന്നെ എനിക്ക് ബാങ്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അറബിക് നൈറ്റിനുള്ള സാധനങ്ങൾ വാടകയ്ക്ക് വാങ്ങാൻ പോയി. അങ്ങനെ എല്ലാവർക്കും അത് നോക്കിയെടുത്തതിന് ശേഷം പിന്നെ അരിക്കുത്തിനുള്ള മുല്ലപ്പൂവും പിന്നെ ഫാൻസി കയറി വളമൊക്കെ വാങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോയി. എന്നിട്ട് ഞങ്ങൾ ആദ്യമൊക്കെ ഇട്ട് കണ്ട് ട്രൈ ചെയ്ത് നോക്കി. കുറച്ച് നേരമൊക്കെ വെച്ച് കൈയൊക്കെ കൊട്ടി പിന്നെ എടുത്ത് ഒഴിവാക്കി. കഴിഞ്ഞ് എല്ലാവരും അറബിക് നൈറ്റിന് വേണ്ടിയിട്ട് പർദ്ദൊക്കെ ഇട്ടു. എല്ലാവരും റെഡിയായി. ലച്ചുവിനോള് മദ്രസ പോകുമ്പോൾ ഇടുന്ന പർദ്ദയും ഒരു ഷാളൊക്കെ ചുറ്റി കൊടുത്ത ഓളെ ഞങ്ങൾ റെഡിയാക്കി. പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ നെയിൽ പോളിഷ് ഇട്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഇങ്ങനെ ഇട്ട് കണ്ട് ഇങ്ങനെ കാണാൻ. പിന്നെ ഇവളാണ് നമ്മളെ നെയിൽ പോളിഷിന്റെ ആർട്ടിസ്റ്റ്, നെയിൽ ആർട്ട്. നമ്മളെല്ലാവരും കൈമേലും ഇങ്ങനെ ഇട്ട് കൊടുക്കണ്ടേന്, വെറുതെ രസമല്ലേ. പിന്നെ നമ്മളെല്ലാവരും ഫുള്ള് സെറ്റായി. അതൊക്കെ കഴിഞ്ഞ ശേഷം നമ്മളൊരു അയൽവാസിന്റെ വീട്ടിലേക്കാണ് ഫോട്ടോ എടുക്കാൻ പോയത്. പിന്നെ പാമ്പേഴ്സൊക്കെ ഇട്ട് ആദീസാന്ന് ഞങ്ങൾ കൂടെ ഉണ്ടായിട്ടാ. പിന്നെ നമ്മൾ ഫോട്ടോ എടുക്കൽ സെക്ഷനൊക്കെ തുടങ്ങി. വീഡിയോ എടുക്കലും എൻ്റെ കൂടെ നടക്കണുണ്ടായിന്. പിന്നെ നമ്മൾ റീൽസിന് വേണ്ടിയിട്ടുള്ള ക്ലിപ്പ് എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു എല്ലാവരും കൂടെ. പിന്നെ നമ്മൾ വേറൊരു അയൽവാസിന്റെ വീട്ടിൽ കൂടി പോയി. അവിടുന്ന് നമ്മൾ കുറേ സിംഗിൾ വീഡിയോസ് എല്ലാം എടുത്തു. പിന്നെ പരിപാടി നമ്മൾ വിചാരിച്ചതിനേക്കാൾ കളറായി. അങ്ങനെ അന്ന് രാത്രി ഞങ്ങളെല്ലാവരും മൈലാഞ്ചിടൽ അന്ന് തന്നെ തീർക്കാമെന്നും പറഞ്ഞാണ്ട് ഫുൾ മൈലാഞ്ചിടലേനെ അന്ന്. പിന്നെ പിറ്റേ ദിവസം നമ്മൾ അരിക്കുത്ത് നടത്തി. പക്ഷെ അതിൻ്റെ ക്ലിപ്പൊന്നും ഞാൻ അധികം അങ്ങനെ എടുത്തിട്ടില്ല. ഞാൻ കുറച്ച് ഫോട്ടോസ് ആഡ് ചെയ്യാം. ഇനി ബാക്കി വിശേഷങ്ങൾ കല്യാണ വ്ളോഗിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.